നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ചെയ്തു പോയ അരുതായ്മകളെ ഓർത്തെടുക്കാനുള്ള ഇടവേള കർത്താവ് തരികയാണ്. പാപബോധം നമ്മളിൽ ഉണരുമ്പോൾ, എപ്പോഴാണ് ഉണരുന്നത്? കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, പാപബോധം ഉണരും. അതായത് ഞാൻ കൊള്ളത്തൊന്നുമില്ലെന്ന്, ഞാൻ പള്ളിലോട്ടൊന്നുമില്ല, കാരണം എന്താ, ഞാൻ കൊള്ളത്തില്ല, എനിക്ക് ഒത്തിരി പാപമുണ്ട്, അതുകൊണ്ട് ഞാനില്ല. എന്റെ കുഞ്ഞെ, ഒത്തിരി പാപമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാ പള്ളി. അത് കുമ്പസാരക്കൂട് കിടക്കുന്ന സ്ഥലമാ. കരുണയുടെ കൂടാരം കാത്തിരിക്കുന്ന ഇടമാണ് പള്ളി. ഇപ്പൊ ഈ ഫ്രീ തിങ്കേഴ്സ് അവർ വല്ലാണ്ട് പറഞ്ഞു പരത്തിക്കൊണ്ട്, നേരത്തെ തൊട്ടേ ഉള്ള ഒരു ആരോപണമാണ് ക്രിസ്ത്യാനികൾക്ക് മേൽ. ഇപ്പൊ അത് കൂടുതലായിട്ട് അവരെ ജനകീയമാക്കാൻ നോക്കുന്ന ഒരു ചിന്ത, ഈ ക്രിസ്തീയ മതം മനുഷ്യരിൽ പാപബോധം കുത്തിവെക്കുന്നു. പാപബോധം കുത്തിവെക്കുകയല്ല, ദൈവസാന്നിധ്യത്തിന്റെ ചാരത്തേക്ക്, വചനത്തിന്റെ ചാരത്തേക്ക്, വിശുദ്ധ കുർബാനയുടെ ചാരത്തേക്ക് ഒക്കെ മനുഷ്യൻ വരുമ്പോ സ്വാഭാവികമായി പാപബോധം ഉണരുകയാണ്. ഇനി ക്രിസ്ത്യാനിയെ